തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. കാൽപന്ത് കളിക്കാർ എപ്പോഴും നമ്മളെ പ്രചോദിപ്പിക്കുക, അത്ഭുതപ്പെടുത്തുക കാലുകളുടെ ചലനങ്ങൾ കൊണ്ട് ഗോൾ വലകളെ തിക്കിത്തിരക്കുമ്പോഴാണ്. തൻ്റെ സ്വതസിദ്ധമായ ശൈലി, അത് വ്യത്യസ്തമായ കാൽപാദ ചലനങ്ങൾ കൊണ്ട് ഒരു വലിയ കൂട്ടം മനുഷ്യരെ അത്ഭുതപ്പെടുത്തിയവനെ നമുക്കറിയാം. ഹൃദയസംബന്ധമായ രോഗം മൂലം തൻ്റെ ജീവിതം അവസാനിച്ചു പോകും എന്ന് ചിന്തിച്ചിടത്തു നിന്ന് ഇനിയും അതുക്കു മുൻപേ ജനിക്കുന്ന സമയത്ത് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ നശിപ്പിക്കാം എന്നുള്ള ശ്രമത്തോടെ ചൂട് ബിയർ കുടിച്ച അമ്മയുടെ തീരുമാനത്തിനും മേലെ ദൈവത്തിൻ്റെ കരം കൊടുക്കാനായിട്ട് ഈ മനുഷ്യൻ ശ്രമിക്കുക ഒരു വലിയ കൂട്ടം മനുഷ്യരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട. അവൻ്റെ പേര് റൊണാൾഡോ എന്നാണ്. തൻ്റെ ജീവിതത്തിന് ഇനിയും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് പകർന്നു കൊടുക്കാൻ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ ശ്രമിക്കാൻ കഴിയുമോ അത്രയധികമായിട്ട് വിജയത്തിൻ്റെ പടവുകൾ നടന്നു കയറാൻ കഠിനാധ്വാനം ചെയ്ത ഒരു മനുഷ്യൻ. ഇന്നും ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ ടാറ്റു കുത്തപ്പെട്ടിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ അനേകർക്ക് വേണ്ടിയിട്ട് തൻ്റെ രക്തം കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ രോഗികളായ കുട്ടികൾക്ക് വേണ്ടിയിട്ട് തൻ്റെ തന്നെ ഒരു വലിയ കൂട്ടായ്മയിൽ നിന്ന് പണം സ്വരൂപിച്ച് പങ്കുവെച്ച് സഹായിക്കാൻ ശ്രമിക്കുന്ന ഈ മനുഷ്യൻ ഇന്നിൻ്റെ ലോകത്തിൻ്റെ അത്ഭുതമായിട്ട് മാറുമ്പോൾ നമ്മുടെ പ്രയത്നങ്ങൾ എത്രമാത്രം ദൈവത്തിന് മുൻപിൽ വിലപ്പെട്ടതാണ് എന്ന് നമ്മൾ അറിയാതെ പോവുകയാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് നിൻ്റെ നാശത്തിനല്ല, ക്ഷേമത്തിനാണ്. പക്ഷേ എന്ത് കഴിക്കുമെന്ന് എന്ത് കുടിക്കുമെന്ന് ചിന്തിക്കാതെ ദൈവത്തിൻ്റെ വചനങ്ങളനുസരിച്ച് ജീവിക്കാൻ ഞാൻ എന്നെ തന്നെ ക്രമപ്പെടുത്തുന്ന നിമിഷത്തിൽ എന്നിലൂടെ ദൈവം അനേകായിരങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്ക് കീഴിൽ വളരാൻ നമ്മുടെ ജീവിതങ്ങൾക്ക് സാധിക്കണം. അനേകായിരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെ കണ്ടില്ല, കണ്ടു എന്നുള്ളതല്ല പ്രത്യേകത. മറിച്ച് നീ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവം നിന്നെ വലിയ കാര്യങ്ങളിലേക്ക് ഉയർത്തെടുക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ആത്മാവിൻ്റെ ജ്വലനം ലഭിക്കുമ്പോൾ അവൻ എഴുന്നേറ്റ് നിന്ന് ഉദ്ഘോഷിക്കുന്നുണ്ട്, പിതാവിൻ്റെ ഇഷ്ടം മാത്രമായി തീരട്ടെ എൻ്റെ ജീവിതം. മാതാവിൻ്റെ ജീവിതത്തിൽ ഉണ്ണിയേശുവിനെ സ്വന്തം ഉദരത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറെടുക്കുമ്പോൾ മാതാവിനറിയാം തൻ്റെ ജീവിതത്തിൽ കടന്നു പോകാനിടയുള്ള വലിയ വിഷമസന്ധികൾ. എന്നിട്ടും ഈ ലോകത്തിന് ക്രിസ്തുവിനെ പങ്കുവയ്ക്കുവാൻ തന്നെ ഒരുക്കി കൊടുക്കുമ്പോൾ അവിടുന്ന് പറയുകയാ, ഇതാ കർത്താവിൻ്റെ ദാസി,
നിൻ്റെ വചനം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് നമുക്കും പറയാം, അവിടുത്തെ ഇഷ്ടം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന്.